പപ്പയ അഥവാ ഓമയ്ക്ക കുറച്ചധികം കിട്ടുന്ന സമയങ്ങളിൽ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിമിഷ നേരം കൊണ്ട് ഈ അച്ചാറും കൂടി ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള പപ്പായ കൊണ്ടുള്ള ഈ അച്ചാർ കഴിക്കാൻ രുചികരവും ഉണ്ടാക്കാൻ എളുപ്പമാണ്. പപ്പായ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ അച്ചാർ ഇഷ്ടപ്പെടും. ചോറിനും കഞ്ഞിക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഈ അച്ചാർ. ഇനി ഇതെങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നു. ഇവിടെ ഞാൻ ഇടത്തരം ഓമയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചെറിയ പീസാക്കി മാറ്റി വെക്കുക. എന്നിട്ട് ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇടുക. വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ചധികം ഇട്ടാലും നല്ലതാണ്. ചെറുതായിട്ട് റോസ്റ്റ് ആകുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടുക. പൊടിയില്ലെങ്കിൽ കടുക് ഇടുന്ന സമയത്ത് ഉലുവ ഇട്ടാലും മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ചതച്ചതും കൂടെ ഇടുക. അത് ഓപ്ഷണലാണ്. പിന്നെ പുറത്ത് കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ കൂടുതൽ ഓയിൽ ഇതിനകത്ത് ഒഴിക്കണം. ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കൂടെ കുറച്ച് കായപ്പൊടിയും. മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ കാന്താരിയോ പച്ചമുളകോ ഒക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പയ ഇട്ട് വഴറ്റുക. ഓമയ്ക്ക ഇട്ട് വഴറ്റുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഓമയ്ക്കയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം, അതുപോലെ കറിവേപ്പില ഇടണം. ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. 90% വെന്താൽ മതി. കാരണം വിനാഗിരി ഒഴിക്കുമ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റ് ആകും. അല്ലാതെ അങ്ങ് ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം. അപ്പോൾ വെന്തില്ലെങ്കിൽ, വേകാത്ത ഓമയ്ക്കാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിച്ച വെള്ളം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചത് വേവിച്ചെടുക്കണം. ഇവിടെ ഞാനെടുത്ത ഓമയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം. ഇത് ഒത്തിരി ലൂസാക്കി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓമയ്ക്ക 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആകും. വളരെ എളുപ്പവും സിമ്പിളുമായ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഉടനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റിയാണ്. ഇത് പല കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.